രാജ്യത്ത് 24 മണിക്കൂറിടെ കോവിഡ് ബാധിച്ച് 11 മരണം. ഇതിൽ 7 മരണം കേരളത്തിലാണ്. സാരംഗ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, 2000-ഓളം ആക്റ്റീവ് കേസുകൾ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കേരളത്തിൽ കാര്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വർധനവുണ്ട് എന്നും മനസ്സിലാകുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടെന്നാണോ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ? തീർച്ചയായും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കാര്യമായ വർധനവ് കോവിഡ് കേസുകൾ നിലവിൽ രാജ്യത്തുടനീളം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ നിലവിൽ ആക്റ്റീവ് കേസുകൾ ഉള്ളത് കേരളത്തിൽ നിന്നാണെന്നുള്ളത് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതിനു മുൻപ് തന്നെ ആരോഗ്യമന്ത്രി നമ്മോട് പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ വ്യാപകമായി ടെസ്റ്റുകൾ നടത്തുന്നത് കൊണ്ടാണ് കേരളത്തിൽ കൂടുതൽ കേസുകൾ രേഖപ്പെടുത്തുന്നതെന്ന്. പക്ഷെ അതിനനുസരിച്ച് തന്നെ മരണനിരക്കും ഉയരുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ 7 മരണം ഈയിടെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ദിവസത്തിനടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് മറ്റ് ഉയർന്ന കേസുകളും ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള മരണങ്ങൾ അധികവും മറ്റ് രോഗബാധിത ഉള്ള അത്തരത്തിൽ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഇത്തരത്തിൽ മരണം. അതായത് മറ്റ് ന്യൂമോണിയ പോലുള്ള മറ്റ് ഗുരുതര രോഗാവസ്ഥയിലുള്ള ആളുകളാണ് ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങുന്നത്. ആരോഗ്യവാന്മാരായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പനി, ഇത്തരത്തിലുള്ള ചെറിയ ലക്ഷണങ്ങൾ വന്നു പോകുന്നവർ നിരവധിയുണ്ട്. പക്ഷേ മരണത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ കോവിഡ് മാത്രമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ, അതായത് കാലാവസ്ഥ മാറി വരികയാണ്, അത്തരത്തിൽ മറ്റുള്ള എല്ലാ പനികളും പടർന്നു പിടിക്കുന്നതിനൊപ്പം തന്നെ കോവിഡും വ്യാപനം അതിന്റെ അതായത് ഉയർന്ന രീതിയിലുള്ള കോവിഡ് വ്യാപനത്തിലേക്ക് കടക്കുകയാണെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം മറ്റെല്ലാ സംസ്ഥാനത്തിനെക്കാട്ടും ഏറെ നിരക്ക് ഇത്തരത്തിലുള്ള കോവിഡ് വ്യാപന നിരക്ക് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അതിനൊപ്പം തന്നെ മറ്റ് പനികളും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരണനിരക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മരണനിരക്ക് കേരളത്തിലാണെന്നുള്ളത് ഒരു ആശങ്കപ്പെടുന്ന ഒരു വസ്തുത തന്നെയാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള മരണങ്ങൾ അധികവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് രോഗാവസ്ഥയിലുള്ള ആൾക്കാർക്കാണ്. അതായത് പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു അസുഖം വന്നതിന് ശേഷം ഈ കോവിഡ് ബാധ മാത്രം കാരണം മൂലം ഇത്തരത്തിലുള്ള ഒരു മരണത്തിലേക്ക് പോകുന്നില്ല എന്നൊരു വസ്തുത നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും പൊതുജനം ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ എടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം 2000-ഓളം ആക്റ്റീവ് കേസുകൾ നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ. തീർച്ചയായും സാരംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം